ദൈവത്തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും സ്നേഹവന്ദനം. പുതിയ വർഷത്തിന്റെ 10ാമത്തെ ദിവസത്തിൽ നാം ആയിരിക്കുകയാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് ധ്യാനത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നത്. യോശുവ 3:11 ഇപ്രകാരം വായിക്കാം. ഇതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുൻപായി യോർദാനിലേക്ക് കടക്കുന്നു. ഇതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ഈ വാക്യത്തിന്റെ സാഹചര്യം വിശുദ്ധ തിരുവെഴുത്ത് യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒന്ന് ചുരുക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു. മോശയ്ക്ക് ശേഷം ജനത്തെ കാനാൻ ദേശത്തിലേക്ക് നയിച്ചത് മോശയുടെ പിൻഗാമി എന്ന് അറിയപ്പെടുന്ന യോശുവയാണ്. യോശുവ ജനത്തെ കാനാൻ ദേശത്തിലേക്ക് നയിക്കുവാനായിട്ട് ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ മുൻപിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രതിബന്ധമാണ്, അല്ലെങ്കിൽ പ്രതിസന്ധിയായിരുന്നു കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ നദി. കൊയ്ത്തുകാലം യോർദാൻ നദി കര കവിഞ്ഞൊഴുകുന്ന പതിവുണ്ട്. അത് 15ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 15ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. അപ്പോ യോർദാൻ കടന്ന് കാനാനിലേക്ക് പ്രവേശിക്കുവാൻ, പ്രത്യേകിച്ച് യോർദാൻ കടന്ന് അവർ പ്രവേശിക്കുന്ന പട്ടണം യെരിഹോ പട്ടണമാണ്. അപ്പൊ അവിടേക്ക് പ്രവേശിക്കുവാനായിട്ട് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ ക്രമപ്പെടുത്തി കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വലിയ പ്രതിബന്ധം ഈ യോർദാൻ നദിയാണ്. ആ യോർദാൻ നദിയെ അതിജീവിക്കുന്നതിന് വേണ്ടി അവർ എന്താണ് ചെയ്തത് എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവിക അരുളപ്പാടിനൊത്തവണ്ണം ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ നിയമപ്പെട്ടകം പുരോഹിതന്മാർ ചുമന്നുകൊണ്ട് യോർദാൻ നദിയിലേക്ക് ഇറങ്ങുന്നു. യോർദാൻ നദിയിൽ ഇവരുടെ കാൽ സ്പർശമേൽക്കുമ്പോൾ തന്നെ, ദൈവപ്പെട്ടകം ചുമന്നുകൊണ്ടുള്ള കാൽ സ്പർശമേൽക്കുമ്പോൾ നദി രണ്ടായി വിഭാഗിക്കപ്പെടുന്നു. നദിയിലെ വെള്ളമെല്ലാം മറ്റൊരു ഭാഗത്തേക്ക് വലിഞ്ഞൊഴുകിപ്പോകുന്നു. ഉണങ്ങിയ നിലം കണക്ക് ആദ്യം മോശ ചെങ്കടലിലൂടെ ജനത്തെ നയിച്ചതുപോലെ ഉണങ്ങിയ നിലത്തിലൂടെ യോർദാൻ കടക്കുന്ന ഒരു സാഹചര്യം ഒരുക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഈ വാക്യം പരിചയപ്പെടുത്തുന്നത് സർവഭൂമിക്കും നാഥനായ സർവശക്തനായ ദൈവത്തെയാണ്. 3-ാം അധ്യായത്തിലെ 11-ാം വാക്യം: ഇതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുൻപായി യോർദാനിലേക്ക് കടക്കുന്നു. ഇതാണ് ആ വാക്യത്തിന്റെ പ്രസക്ത ഭാഗം. സർവഭൂമിക്കും നാഥനായവൻ, ദൈവത്തിന്റെ പരമാധികാരമാണ് അവിടെ വെളിപ്പെടുന്നത്. സർവഭൂമിക്കും നാഥനായവൻ, ഒരു പ്രദേശത്തിന്റെ ദൈവമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം, സർവഭൂമിക്കും. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം കേവലം ഒരു പ്രദേശത്തിന്റെ, ഒരു പ്രാദേശിക ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്, ഒരു വിഭാഗത്തിന്റെ ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. ഭൂമി മുഴുവന്റെ മേലും സകല സൃഷ്ടിയുടെ മേലും അധികാരമുള്ള സർവശക്തനായ അത്യുന്നതനായ ദൈവത്തിലാണ് നാം വിനയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ആത്മീകമായോ ഭൗതികമായോ മറ്റൊന്നിനെയും നാം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സർവഭൂമിക്കും നാഥനായവൻ നമ്മുടെ ഒപ്പമുണ്ട്. 2, ഇതിന്റെ അടുത്തൊരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അടുത്തൊരു തലം പഠിക്കുവാനായിട്ട് കഴിയുക. ഇവർ സർവഭൂമിക്കും നാഥനായവന്റെ പെട്ടകം, നിയമപ്പെട്ടകം ചുമന്നുകൊണ്ടാണ് യോർദാനിലേക്ക് പ്രവേശിക്കുന്നത്. സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം. എന്താണ് നിയമപ്പെട്ടകത്തിന്റെ പ്രത്യേകത? വ്യക്തമായി മനസ്സിലാക്കുക. നിയമപ്പെട്ടകത്തിൽ സിനായി മലയിൽ വെച്ച് ദൈവം മോശയിലൂടെ ജനത്തിന് കൊടുത്ത നിയമങ്ങൾ, കൽപ്പലകകൾ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള പെട്ടകമാണ്. അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത അളവുണ്ട്. അതെന്ത് തടിയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വ്യക്തമായിട്ട് ദൈവം തന്നെ നിർദ്ദേശങ്ങൾ മോശയിലൂടെ നൽകുന്നുണ്ട്. അതിൻ പ്രകാരം ക്രമപ്പെടുത്തിയ, ഉണ്ടാക്കിയെടുത്ത നിയമപ്പെട്ടകത്തിൽ അത് പ്രത്യേകമായി വിശുദ്ധീകരിച്ച് അതിലാണ് ഈ നിയമങ്ങളെല്ലാം, അല്ലെങ്കിൽ ന്യായപ്രമാണം വച്ചിരിക്കുന്നത്. അത് ചുമന്നുകൊണ്ടാണ്
മുൻകൊണ്ടാണ് യോർദാനിലേക്ക് ഇറങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഇത് പുരോഹിതന്മാരുടെയും യോശുവയുടെയും പൂർണ്ണ സമർപ്പണത്തെ, വചനത്തിന്റെ മുൻപിലുള്ള, ദൈവവചനത്തിന്റെ മുൻപിലുള്ള സമർപ്പണത്തെയാണ് ഒന്നാമതായി നമുക്ക് ആ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധിയിൽ തങ്ങൾക്ക് എങ്ങനെ ഇതിനെ അതിജീവിക്കാമെന്ന് ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ അവർക്കുള്ള സാധ്യതകൾ കൊണ്ടോ പരിശ്രമിക്കുന്നതിലുപരിയായി സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ സമർപ്പിച്ചും ആശ്രയിച്ചും കൊണ്ട് അവർ മുന്നോട്ട് വചനത്തിന് മുൻതൂക്കം കൊടുക്കുന്നു, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ദൈവം എന്ത് പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്താണ് കേൾക്കുവാൻ സാധിക്കുക, അങ്ങനെ ദൈവവചനത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് ന്യായപ്രമാണം ലഭിച്ച നാൾ മുതൽ പിന്നെ അത് നിയമപെട്ടകത്തിൽ വെച്ച് ചുമന്നുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. അങ്ങനെ ആ ജീവിതത്തിന്റെ ഭാഗമായ വചനത്തെ അവരുടെ പ്രതിസന്ധിയുടെ മുന്നിലേക്ക് അതിനെയും കൊണ്ടിറങ്ങുമ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന പ്രതിസന്ധി അവർക്ക് പുതിയൊരു വാതിലായി തുറന്നു കൊടുക്കപ്പെടുകയാണ്. മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ വചനം നമ്മുടെ ജീവിത ഭാഗമാകണം. ഏതൊരു കാര്യത്തിലും, ഏതൊരു തീരുമാനങ്ങളിലും, ഏതൊരു പ്രതിസന്ധിയുടെ മധ്യേയും വചനത്തിന് പ്രാധാന്യം കൊടുക്കുക, വചനത്തിൽ സമർപ്പിക്കുക, വചനത്തിന് മുൻതൂക്കം കൊടുക്കുക. അത് ദൈവശബ്ദം കേൾക്കുന്നതിനും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനും കാരണമായി തീരും. ദൈവത്തിന്റെ വചനം മഴയും മഞ്ഞും ഭൂമിയിലേക്ക് വന്ന് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ, അതിന് മഴയ്ക്കും മഞ്ഞിനും എന്താണോ ഡ്യൂട്ടി ദൈവം കൊടുത്തിരിക്കുന്നത് അത് നിറവേറ്റുന്നത് പോലെ ദൈവത്തിന്റെ വചനവും ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണോ അയക്കപ്പെട്ടത്, ആ ഡ്യൂട്ടി, ആ ഉത്തരവാദിത്തം അത് ഭംഗിയായി പൂർത്തീകരിക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവവചനം അതിന് പ്രാധാന്യം കൊടുക്കുക. അല്പക്കൂടെ ആഴത്തിൽ പറഞ്ഞാൽ വചനം എന്നാൽ ക്രിസ്തുവാണ്. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തു. അപ്പോൾ കർത്താവിന്, തിരുവഴുത്തിന് മുൻതൂക്കം കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുക, അതിന്റെ മുൻപിൽ സമർപ്പിക്കുക. മൂന്നാമതായി ഈ ഭാഗത്തു നിന്ന് പറയുവാനുള്ള ചിന്ത, ഇതൊരു പുതിയ തുടക്കമാണ്. സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം ഇതാ നിങ്ങൾക്ക് മുൻപായി യോർദാനിലേക്ക് കടക്കുന്നു. നിങ്ങൾക്ക് മുൻപായി, നിങ്ങളുടെ പ്രശ്നത്തിന് മുന്നിൽ, നിങ്ങളുടെ പ്രതിസന്ധിക്ക് മുമ്പിൽ, നിങ്ങളുടെ രോഗത്തിന് മുമ്പിൽ, നിങ്ങളുടെ ബാധ്യതയ്ക്ക് മുമ്പിൽ ദൈവവചന പ്രകാരമുള്ള ഒരു യാത്ര, ദൈവവചനം അനുസരിച്ചുള്ള ഒരു പ്രവൃത്തി, നിങ്ങൾ അതിന് തയ്യാറായാൽ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ വാതിൽ സർവശക്തന, ഒരു ന്യൂ ബിഗിനിങ് ദൈവം തുറന്നു കൊടുക്കും. ഇന്നലെ വരെ നടന്ന മരുഭൂമിയുടെ ഉഴച്ചലുകൾ, 40 വർഷത്തോളം നടന്ന മരുഭൂമിയിലെ ഉഴച്ചലുകൾ, എന്നാൽ ഈ യോർദാൻ കടന്ന അക്കരെ കയറിയാൽ അതൊരു പുതിയ തുടക്കമാണ്. ഇതുവരെ അവർ ചവിട്ടാത്ത ഇടം, ഇതുവരെ കാണാത്ത ഭൂമി, ഇതുവരെ അനുഭവിക്കാത്ത പ്രദേശം. പ്രിയമുള്ളവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ഇതുവരെ ചവിട്ടാത്ത, ഇതുവരെ അറിയാത്ത, ഇതുവരെ അനുഭവിക്കാത്ത പുതിയൊരു വർഷത്തിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. പരിസ്ഥിതിയും പരിതസ്ഥിതികളും ഒക്കെ പഴയത് തന്നെ ആകാം, എന്നാൽ ഇത് പുതിയതാണ്. പുതിയ സമയം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പുതിയ ഒരു സീസൺ. ഈ സീസണിൽ, ഈ ഒരു കാലത്തിൽ ദൈവം നമുക്കൊരു പുതിയ തുടക്കം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെയെങ്കിൽ നിന്റെ ഏത് ജീവിത കാര്യങ്ങളിലും വചനത്തിന് പ്രാധാന്യം കൊടുത്ത് വചനം അനുസരിച്ച് നീ മുന്നോട്ട് ജീവിതം നയിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് പുതിയ വാതിലുകൾ, പുതുവാതിൽ, പുതിയ തുടക്കം, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ ദൈവകൃപകൾ നിന്റെ മേൽ ചൊരിയുവാനായിട്ട് ദൈവം തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിന്റെ യോർദാനിക്കരെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക, അത് ഈജിപ്തിൽ നിന്നുള്ള വരവാണ്. അവിടെ അടിമത്വമാണ്, അവിടെ കയ്പാണ്, അവിടെ അടിമവേലയായിരുന്നു. അതായത് മനസ്സിലാക്കുക, ഇതുവരെ പാപത്തിന്റെ അടിമയായി, രോഗത്തിന് അടിമയായി, ബാധ്യതകൾക്ക് അടിമയായി, ഇങ്ങനെ ഓരോ ദിനവും നമ്മൾ വളരെയധികം ഞെരുങ്ങിയ, കയ്പായ ജീവിതത്തിന്റെ തലങ്ങളെ നമ്മൾ അനുഭവിച്ച നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലമാണ്. എന്നാൽ ദൈവം ഒരു പുതിയ തുടക്കം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു പുതിയ വാതിൽ തുറന്നു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കം. പ്രിയമുള്ളവരെ, അതിന് ചെയ്യേണ്ടത് സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകത്തെ നീ മുന്നിൽ ഏത് കാര്യത്തിന് മുന്നിലും അതിന് പ്രാധാന്യം കൊടുക്കുക, വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. അടിമത്തത്തിന്റെ ലോകത്ത് നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ, നന്മയുടെ, നല്ല വെളിച്ചത്തിന്റെ, ദൈവകൃപയുടെ ഒരു പുതിയ തലത്തിലേക്ക് ദൈവം നയിക്കും. ഒടുവിലായി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, ഇത് ദൈവമൊരുക്കുന്ന വഴിയാണ്. എങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ മുന്നിൽ നിന്ന് നടത്തുവാൻ നീ സർവശക്തനായ ദൈവത്തിന് കീഴ്പ്പെടുകയാണ് എങ്കിൽ, വിധേയപ്പെടുകയാണ് എങ്കിൽ, അതായത് ഞാൻ പോകുന്ന വഴിയിൽ ദൈവം വരട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ എന്നല്ല, ദൈവം പറയുന്ന വഴിയിൽ, ദൈവം നയിക്കുന്ന വഴിയിൽ ഞാൻ പോകാം, അങ്ങനെ സമർപ്പിക്കുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, പിന്നെ നടക്കുന്നതൊക്കെ അത്ഭുതമാണ്.
അത്ഭുതമാണ്. കൊയ്ത്തുകാലത്ത് കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ ഇതാ ഇവർക്ക് മുൻപിൽ, ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ എന്തുകൊണ്ട് വഴി മാറിക്കൊടുക്കണം, വഴി മാറി ഒഴുകണം, ദിശ മാറി ഒഴുകണം? പ്രിയമുള്ളവരെ, നിൽക്കുന്നത് തമ്പുരാന്റെ വചനവും ചുമന്നുകൊണ്ടുള്ള പുരോഹിതന്മാരാണ്. പ്രിയമുള്ളവരെ, അവരുടെ കാൽസ്പർശം ഏൽക്കുമ്പോൾ തന്നെ പ്രതിസന്ധി മാറിപ്പോവുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതങ്ങളെ പിശാചിന്റെ മുമ്പിൽ ഭയപ്പെട്ട് ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. പിശാചാണ് ഒരു ദൈവ പൈതലിനെ കണ്ട് ഭയപ്പെടേണ്ടത്. നാം പക്ഷെ പല കാര്യങ്ങളിലും തിരിച്ചാണ് ചിന്തിക്കുന്നത്. പൈശാചികത, അന്ധകാരത്തിന്റെ പ്രവൃത്തി, ഇരുട്ടിന്റെ പ്രവൃത്തി, മാനുഷിക അധികാരികളുടെ പ്രവൃത്തികൾ, അങ്ങനെ പലതിനെയും നമ്മൾ ഭയപ്പെടുന്നു. അല്ല, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാക്കുക, സർവശക്തനായ ദൈവം കൂടെയുണ്ട്. നീ അല്ല ഭയപ്പെടേണ്ടത്, നിന്നെ കണ്ട് ലോകം, പിശാച് ഭയപ്പെടണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ കർത്താവിന്റെ ദിവ്യമായ കൃപ അതിനധികമായി നമ്മെ സഹായിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ യോർദാൻ, കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ വഴി മാറിക്കൊടുക്കുന്നു. ദൈവം ഒരുക്കുന്ന വഴിയാണത്. തീർന്നില്ല, വീണ്ടും അവർ പ്രവേശിക്കുന്ന യെരിഹോ പട്ടണം അവരെ കൊണ്ട് തകർക്കുവാൻ കഴിയാത്ത വിധം വലിയൊരു കോട്ട കൊണ്ട് കെട്ടപ്പെട്ടതാണ് യെരിഹോ മതിൽ. അത് ഇവർ ദൈവാശ്രയത്തോടെ അതിനു ചുറ്റും കർത്താവ് പറഞ്ഞ വ്യക്തമായ നിർദ്ദേശപ്രകാരം എണ്ണത്തിനൊത്തവണ്ണം യെരിഹോ പട്ടണത്തിന് ചുറ്റും, മതിലിന് ചുറ്റും അവർ ചുറ്റി നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുമ്പോൾ അതൊരു ചെറുവിരൽ പോലും മാനുഷികമായി അനക്കാണ്ടി വന്നില്ല, തകർന്നടിയുകയാണ്. പിന്നെ കണ്ടതൊക്കെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളാണ്. അപ്പൊ തീർച്ചയായും ഈ 2026 നിങ്ങളുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. അതിന് പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇതാ സർവ്വഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുൻപായി, നമുക്ക് മുമ്പായി യോർദാൻ നമ്മുടെ പ്രതിസന്ധിയോ പ്രയാസമോ ദുരിതമോ കഷ്ടമോ എന്തോ തന്നെ ആയാലും അതിലേക്ക് കടക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും, തീർച്ചയായും നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടുന്നതിന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിനയപ്പെടാം. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.